ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ? ഇന്നൊരു നൈറ്റ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നൈറ്റിൽ നിന്ന് നമുക്ക് പൊറാട്ടയാണ്. അപ്പോൾ പൊറാട്ടയ്ക്കുള്ള മാവ് ഇപ്പോൾ ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒന്നും നോക്കില്ല, ആ ഒരു നിമിഷം എനിക്ക് തോന്നി വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ വീഡിയോ എടുക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഉപ്പ പരത്തുന്നത് കണ്ട് ഉപ്പാക്കൊരു ഹെൽപ്പറും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ കൈ കണ്ടപ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളെ ഷെസൂട്ടനാണ് എന്നുള്ളത്. അത് ഉപ്പ എപ്പോൾ പൊറാട്ട ഉണ്ടാക്കിയാൽ നിന്നാലും ഉപ്പാക്ക് ഹെൽപ്പറായിട്ട് ഓനുണ്ടാവും. അവനെ കാണാതെയാണ് ഉണ്ടാക്കൽ, എന്നാലും അവൻ എങ്ങനെയെങ്കിലുമൊക്കെ മണത്തറിഞ്ഞ് വരും. എന്നിട്ട് ഇതാ അവനും പരത്തൽ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഷെസൂട്ടൻ കണ്ടുള്ള അവസ്ഥ. പിന്നെ അവന് വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവൻ ഇതാ അവൻ്റെ എഫേർട്ട് ഫുൾ എടുത്തിട്ട് പരത്തലിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ടാക്കുക. വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയറൊക്കെ ചെയ്തിട്ട് എത്തിക്കുക കേട്ടോ. അങ്ങനെ നമ്മളെപ്പോലെ വീട്ടിൽ പൊറാട്ട സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ടോളി. അങ്ങനെ നമ്മുടെ ഷെസൂൻ്റെ എഫേർട്ട് കണ്ടോളി എല്ലാവരും കേട്ടോ. അങ്ങനെ ഇതാ അപ്പയും കുട്ടിയും കൂടി നല്ല പൊറോട്ട ഒക്കെ പരത്തി വെക്കുന്നുണ്ട്. നമ്മൾ ഇതാ അവിടെ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ചിക്കൻ കറി. പൊറാട്ടയും ചിക്കൻ കറി എന്ന് പറയുന്നത് നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ. പക്ഷേ ചിലർക്ക് ഇഷ്ടം പൊറാട്ടയും ബീഫും ആണ് കേട്ടോ. പക്ഷേ എനിക്ക് അതിലേറെ ഇഷ്ടം പൊറാട്ടയും ചിക്കൻ കറിയാണ്. അങ്ങനെ പറഞ്ഞു ഉപ്പാൻ്റെ വീശിൽ ഇതാ അവിടെ തകർപ്പനായിട്ട് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. വോയിസ് ഓവർ എടുക്കുന്നത് പല ടൈമിലാണ്, അതുകൊണ്ട് തന്നെ പല വോയിസുകളാവും. അപ്പോൾ ഫുള്ള് ബിസി ആയതുകൊണ്ട് തന്നെ നമുക്ക് വോയിസ് ഓവർ ഒന്നും കൊടുക്കാനുള്ള ടൈം അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ കിട്ടുന്ന സമയത്ത് ഓരോരോ ക്ലിപ്സായിട്ട് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് പല ടൈംസിലായിട്ടും പല വോയിസ് ആയിട്ടൊക്കെ വരുന്നത്. ഉപ്പാക്ക് ഇതാ ഹെൽപ്പർ മെയിനാണല്ലോ. ഹെൽപ്പർ ഇതാ അവിടെ തന്നെ ഉണ്ട്, എവിടേക്കും പോയിട്ടൊന്നുമില്ല. ഷെസൂട്ടിന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ അവനെയാണ് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഇതാ അവൻ നമ്മളെ വീഡിയോ ഒക്കെ നല്ലോണം പോസ്റ്റ് ചെയ്തൊക്കെ തരുന്നുണ്ട്. ഇനി ഇതാ അടുത്ത പരിപാടി ഇതാ പൊറോട്ട ചുടലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഊഴം ഇതാ ഇക്കാക്കുള്ളതാണ്. അപ്പോൾ ഇതാ ഇക്ക പൊറോട്ടൊക്കെ ചുടാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതാ തകർപ്പനായിട്ട് നമ്മുടെ പൊറോട്ടൊക്കെ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാനും ഉമ്മ ഇതാ അവിടെ വിട്ടുനിന്ന് നോക്കിക്കുന്നുണ്ട്. ഇനി ഇക്കല്ലാത്ത സമയങ്ങളിൽ ചിലപ്പോൾ ഞാൻ തന്നെയാണ് കേട്ടോ ചുടാനൊക്കെ നിൽക്കാറുള്ളത്. അങ്ങനെ നമ്മുടെ പൊറാട്ട ഇവിടെ അവസാന ഘട്ടത്തേക്ക് കടന്നിട്ടുണ്ട്. പൊറാട്ട ചുടലും കഴിഞ്ഞത് അവസാനത്തെ കലാപരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതാ നമ്മളിനി ഒട്ടും സമയം കളയാൻ പാടില്ല കേട്ടോ. പെട്ടെന്ന് എടുക്കുക, പാത്രം എടുക്കുക, പിച്ചിയുടെ കറിയും ഭാര്യൊക്കെ വെച്ച് അങ്ങനെ തിന്നുക. അപ്പോൾ ആദ്യം ഇതാ ഞാൻ ഷെസൂന് കൊടുത്തിട്ടുണ്ട്. ഷെസൂന് ഒരു ഫുഡും കൊടുക്കാൻ പറ്റില്ല, കാരണം ഇതൊക്കെ വീങ്ങി വിടുകയാണ് കേട്ടോ. ഒന്നും ചവച്ചരച്ച് കഴിക്കൂല. അങ്ങനെ കുറച്ച് സമയം ഞാൻ അവൻ്റെ കൂടെ ഇരുന്ന് അവൻ കഴിക്കുന്നതൊക്കെ നോക്കിയിരുന്ന് അവന് കഴിക്കാൻ കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ തന്നെ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒക്കെ വീങ്ങിയിട്ട് വയറ്റില്ല. അങ്ങനെയാണ് ഞങ്ങൾക്ക് പണി കിട്ടാറില്ലേ ഷെസു? ഇടയ്ക്കൊക്കെ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോയി വരൂല്ലേ? ഇനി ഇതാ എൻ്റെ ഊയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ 2 പൊറാട്ട എടുത്തിട്ടുണ്ട്, കുറച്ച് കറി കഴിച്ചിട്ടുണ്ട്. ഇനി ഇതാ ഈ കറിയിലൊക്കെ കുത്തി നല്ല ചൂടോടെ കഴിക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.